ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോയിക്കൊണ്ട് സമൂഹത്തിൽ വളരെ മാറ്റം വരുന്നുണ്ട്. കാരണം ഞങ്ങളൊക്കെ നമ്മുടെ തലമുറ അത് ശീലമായി കഴിഞ്ഞു. മാലിന്യങ്ങൾ പുറത്തു വലിച്ചെറിയുന്നതും അതുപോലെ തന്നെ ഡയറ്റ് ക്ലാസുകളും പേനകളും അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു തലമുറയായി ഞങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് മാറ്റം വരാൻ ഒരുപാട് പ്രയാസമുണ്ട്. കാരണം ഞങ്ങളത് ശീലിച്ചാണ്. അപ്പോൾ ഈ ശീലങ്ങൾ നമ്മളറിയാം, നമ്മുടെ ശീലങ്ങൾ മാറ്റാനാണ് ഏറ്റവും വലിയ പ്രയാസം. ശീലങ്ങൾ നമ്മുടെ സ്വഭാവമായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയായി സ്വഭാവമായി പരിഗണിച്ചു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾ നല്ല ശീലങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിലൊരു നല്ല ശീലമായി തീർച്ചയായിട്ടും നിങ്ങളുടെ ഒന്നാമത്തെ പാഠമായി തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഭൂമി ഇതുപോലെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ മാലിന്യങ്ങൾ കൃത്യമായ രീതിയിൽ പരമാവധി മാലിന്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു 80% ആളുകളെ അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു എത്രത്തോളം ഇത് നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളൂ. ഒരു 20% ആളുകൾ ഇപ്പോഴും ഇത് ഞങ്ങളുടെ ഒന്നും ഒരു ഭാഗമല്ല, അല്ലെങ്കിൽ ഒരു ബാധ്യത ആയിക്കൊണ്ടാണ് ചില ആളുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇതുമായി ഒട്ടും സഹകരിക്കാതെയും അലക്ഷ്യമായി പ്ലാസ്റ്റിക് അടക്കമുള്ള പല മാലിന്യങ്ങളും പല സ്ഥലങ്ങളുമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അവരൊക്കെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ നൽകി ഒരുപാട് പ്രോഗ്രാമുകൾ ഇതുപോലെ ചെയ്ത് അവരൊരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവർ സാധനത്തിലേക്ക് എത്തിക്കാനാണ് കഴിയുന്നത്. സ്കൂൾ 2024-25 വർഷത്തെ ഹരിത വിദ്യാലയം പ്രവർത്തന റിപ്പോർട്ട്. സ്കൂളിലെ ഹരിത സദസ്സിന്റെ പ്രവർത്തന മുന്നൊരുക്കം എന്ന നിലയിൽ ഓരോ വിദ്യാലയത്തിലെയും ഒരു അധ്യാപകന് തേനിപ്പലം ഗ്രാമപഞ്ചായത്തിന് വെച്ച് ഒരു ക്ലാസ് നൽകി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂളും പരിസരവും വൃത്തിയാക്കി. പ്രവേശന പരിസ്ഥിതി ക്ലബ് രൂപീകരണം. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് കുട്ടികൾ ശുചിത്വ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ശുചിത്വ ക്ലബും പരിസ്ഥിതി ക്ലബ് രൂപീകരിച്ചു. ക്ലബുകൾക്ക് കീഴിൽ മികച്ച പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങൾ കുട്ടികളിലൂടെ പകർന്നു നൽകുക എന്നിവയാണ് ഹരിതസഭാ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിദ്യാലയ ഹരിതസഭയുടെ നേതൃത്വത്തിൽ നടന്ന വിവിധ പ്രവർത്തനങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിദ്യാലയ ഹരിതസഭ അംഗങ്ങൾ: കൺവീനർ ശ്രീമതി ബീന ടീച്ചർ, പ്രസിഡന്റ് സാവന്ന ഡി, സെക്രട്ടറി നുവൽ കെ. പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിനായി ഹരിത ക്ലബിന്റെയും ഹരിതസഭയുടെയും നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ബന്ധപ്പെട്ട മിക്ക വിഷയങ്ങളും വിദ്യാലയവും വിദ്യാർത്ഥികളും വേണ്ട വിധം കൈകാര്യം ചെയ്തത് കൊണ്ട് തന്നെയാണ് പുരസ്കാരം വിദ്യാലയത്തിന് ലഭിച്ചത്. അന്നു മുതൽ തന്നെ പ്ലാസ്റ്റിക് ഒഴിവാക്കി വിദ്യാലയവും വിദ്യാർത്ഥികളും പോന്നുവരുന്നു. പുതിയതായി വന്നു ചേർന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയുകയുണ്ടായി. പാവനാടകം 2004 ആരംഭിച്ച സ്കൂൾ പാവനാടക സംഘം കേരളത്തിലെ കൊച്ചു വിദ്യാർത്ഥികളുടെ ആദ്യത്തെ പാവനാടക സംഘമാണ്. കേരളത്തിൽ പലയിടങ്ങളിലുമുണ്ട് പാവനാടകം അവതരിപ്പിക്കുകയുണ്ടായി. നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചൊരു മഹാദുരന്തമായിരുന്നു വയനാട് സംഭവിച്ചത്. ഞങ്ങളുടെ സ്വന്തം പാവനാടകം ഒരുപോലെ ജൈവവും അജൈവവുമായ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലേക്ക് മനുഷ്യരെ നയിക്കുന്നു. വിദ്യാലയം എന്നത് വ്യത്യസ്ത തരം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിന്റെ ഗണികയാണ്. വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെയിലെ സമൂഹമായി മാറുന്നു. നിത്യജീവിതത്തിന്റെ ഭാഗമായി നാം ഉപയോഗിക്കുന്നതോ ഭക്ഷിക്കുന്നതോ ആയ വിവിധ തരം വസ്തുക്കൾ ആവശ്യാനുസരണം മാത്രം ഉപയോഗിക്കുന്നതിലൂടെ വലിയൊരു അളവ് വരെ മാലിന്യം നിയന്ത്രിക്കാവുന്നതാണ്. ഒന്നാം സ്ഥാനം നേടി. LPയിൽ ചിത്രശ്രീ ഷിഫാനശ്രീ ഒന്നാമതെത്തി. ഇതിലൂടെ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കാൻ കഴിഞ്ഞു. നമ്മുടെ സ്കൂളിൽ ശുചിത്വ ക്ലബ് രൂപീകരിച്ചിട്ടുണ്ട്. അതിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ഡ്രൈ ഡേ ആയി ആചരിക്കുന്നുണ്ട്. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിച്ച്
പോകുന്നുണ്ട്. ആറാം വാർഡ് മെമ്പർ ശ്രീമതി വളരെ കൃത്യമായി എല്ലാ മാസവും മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിത കർമ്മസേന കൊണ്ടുപോകുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്നും വീടുകളിൽ നിന്നും വേസ്റ്റ് ബിൻ നൽകിയിട്ടുണ്ട്. തൊഴിലുറപ്പുകാർ വീട് അവതരിപ്പിക്കുന്നു. പുൽമേടുകളും കാടുകളും മലനിരകളും കാട്ടുചോലകളും വയലേലകളും ആർത്തിരുമുന്ന കടലും എന്നിൽ സമ്മേളിക്കുന്നു. ഹേ മനുഷ്യ, എന്റെ അനേകം മക്കളിലൊന്നായ നീ ഇന്നെനിക്ക് ഭീഷണിയായി മാറുന്നു. ഞാനിന്ന് ഇഞ്ചിഞ്ചായി നാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കാരണക്കാരൻ നീയാണ്, നീ മാത്രം. കാറ്റും കുളിരും ചോലകളും മഴ പോൽ സുന്ദരമെന്തെല്ലാം അകറ്റാൻ കണ്ണീരും വെട്ടിമുറിക്കരുതവയൊന്നും വിട്ടുകളഞ്ഞാൽ സുന്ദരമായൊരു നരലോകം സങ്കൽപ്പിക്കാനാവില്ല. ഒന്നു മുറിച്ചാൽ പത്തെണ്ണം, 10 മുറിച്ചാൽ 100 നട്ടു വളർത്തു രക്ഷിക്കൂ നമ്മുടെ നാട്. അരുതേ, അരുതേ, എന്നെ ഉപദ്രവിക്കരുതേ. ഞാനില്ലെങ്കിൽ നീയുമില്ല എന്നറിയുക. അയ്യോ, എനിക്ക് ശ്വാസം മുട്ടുന്നു. ആകാശവഴി മരകളീ
മാനാവിനാമൃദു പകരുന്ന തീർത്ഥജലം വിണ്ണിൽ നിന്നും മണ്ണിലേക്കുള്ളൊരു ദാഹജലം മണ്ണിന്റെ മാറിടം ചുരത്തിത്തരുന്നൊരു ജീവജലം 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 ഞാൻ ജലം, ജീവന്റെ കണിക എന്നിൽ നിന്നുണ്ടായി. ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരം ഞാനാണ്. സസ്യജീവജാലങ്ങൾ എന്നെ ആശ്രയിച്ചു കഴിയുന്നു. എന്നിട്ടും ഞാൻ മലിനപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഹേ മനുഷ്യ, നീയാണ്, നിന്റെ നാശം പിടിച്ച പ്രവർത്തികളാണ് എന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അരുതേ, അരുതേ, എന്നെ ഉപദ്രവിക്കരുത്. അരുതേ, അരുതേ, എന്നെ ഉപദ്രവിക്കരുത്. ഹാ, ഹാ, എനിക്ക് ശ്വാസം മുട്ടുന്നു. ഞങ്ങളെ തലയൊടുക്കി തടഞ്ഞു. ഹാ, 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 ഹാ. കൊടിയ വേനൽ വരികയായി, വരൾച്ചയേറെ തീർച്ചയായി. കാറ്റിനെ ഒരു മുഴങ്ങുന്നേ, കൊടിയ വേനൽ വരികയായി, വരൾച്ചയേറെ നിങ്ങൾക്കെതിരാളിയായി എന്നെ മാറ്റാതെ നിങ്ങൾക്ക് ഉപകാരിയായി മാറുവാൻ എന്നെ അനുവദിക്കും. മുറ്റത്തു കത്തിക്കാനെറിയുന്ന പ്ലാസ്റ്റിക് നെഞ്ചത്തു നാം തീർക്കും റീത്താണെന്നോർക്കുക. മുറ്റത്തു കത്തിക്കാനെറിയുന്ന പ്ലാസ്റ്റിക് നെഞ്ചത്തു നാം തീർക്കും റീത്താണെന്നോർക്കുക. ഒഴുകുവാൻ വഴി തേടി അലയുന്ന പുഴയുടെ നെഞ്ചിലേക്കെറിയുന്നു മാലിന്യക്കെട്ടുകൾ. ഒഴുകുവാൻ വഴി തേടി അലയുന്ന പുഴയുടെ നെഞ്ചിലേക്കെറിയുന്നു മാലിന്യക്കെട്ടുകൾ. സ്കൂട്ടറിൻ പിന്നിലൊരു പ്ലാസ്റ്റിക്കു കെട്ടുമായി റോഡിലേക്കിറങ്ങുന്നു പകൽമാന്യരാം നമ്മൾ, പകൽമാന്യരാം നമ്മൾ. ഭൂമിയെ, ജലത്തെ, വായുവിനെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ
പല ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ ഹരിതസഭയുടെ ഭാഗമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? സ്കൂളിലാണ്. പൊതുസ്ഥലങ്ങളിൽ 3 തരമായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകൾ സ്ഥാപിച്ചൂടെ? ബാറ്ററി ഇടാൻ, പ്ലാസ്റ്റിക് ഇടാൻ, ഇങ്ങനത്തെ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ സ്ഥാപിച്ചൂടെ? ഞാൻ GPS തേഞ്ഞിപ്പന സ്കൂളിലാണ്. നമ്മുടെ സ്കൂളിൽ വളരെ സ്ഥലപരിമിതികളുണ്ട്. പിന്നെ നമുക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും അതുപോലെ തന്നെയാണ്. നമ്മുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായിട്ട് ബയോഗ്യാസ് പോലെ വളരെ തുച്ഛമാണ് അതൊക്കെ. അതൊന്ന് നമുക്ക് നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ്. പിന്നെ നമ്മുടെ മാലിന്യങ്ങളൊക്കെ നമ്മൾ എടുത്തുള്ള ഒരു കന്നുകാലി വളർത്തൽക്കാരനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കും ഉപകാരമാണ്, അവർക്കും ഉപകാരമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബയോഗ്യാസ് അതുപോലെയുള്ള ജൈവ കമ്പോസ്റ്റുകൾ എന്നിവയൊക്കെ സ്ഥാപിച്ചുകൂടെ? ക്യാമ്പസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനും അത് സംസ്കരിക്കാനും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അതുണ്ട്. തേനിപ്പന പഞ്ചായത്തിന്റെ ശുചിത്വ പദ്ധതികൾ ഏതൊക്കെ? അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കൃഷി വകുപ്പുമൊക്കെ കഴിഞ്ഞ വർഷവും ഈ വർഷവുമൊക്കെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയുള്ള പദ്ധതികൾ വെച്ചിട്ടുണ്ട്. ജൈവകൃഷി നടത്തുന്ന ആളുകൾക്ക് പ്രത്യേകം ഫണ്ട് നൽകിക്കൊണ്ട് തന്നെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് വളവും അനുബന്ധമായുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൈവകൃഷി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകം നമ്മുടെ അവരെ ആദരിക്കാറുണ്ട്. അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലായി നടന്നു വരുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദനത്തിലൂടെ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന വളം ഉപയോഗിച്ചുകൊണ്ടുള്ള പച്ചക്കറി ഉപയോഗിച്ച് കുട്ടികൾക്കുണ്ടാകുന്ന പല അസുഖങ്ങളും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ജൈവകൃഷിയെ തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. തേഞ്ഞിപ്പലം ഗ്രാമസഭയുടെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. എന്തൊക്കെ മാറ്റങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ അത് വരും കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിന് ഒരവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ 3 തരത്തിൽ സ്ഥാപിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിലവിലെ പ്രധാന അങ്ങാടികളിലൊക്കെ വേസ്റ്റ് ബിന്നുകൾ കൂടി സ്ഥാപിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ബയോഗ്യാസുകൾ നമ്മുടെ സ്കൂളുകളിൽ സ്ഥാപിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. വീടുകളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെ കുറിച്ച് ആണ് അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ വീട്ടുകാർക്ക് ഒരു വാണിംഗ് അല്ലെങ്കിൽ താക്കീത് എന്നുള്ള രീതിയിലായിരുന്നു ഇങ്ങനെയുള്ള കത്തിക്കലും അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്തായിട്ട് വാണിംഗ് ഒക്കെ ഒഴിവാക്കി
ശിക്ഷാ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ചും വലിയ വലിയ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, വീടുകളിൽ കത്തിക്കുന്ന ആളുകൾക്കൊക്കെ നിരവധിയായിട്ട് ഫൈനുകൾ ചുമത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്ന കാര്യത്തിലും വലിച്ചെറിയുന്ന കാര്യത്തിലും ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് ഒരാളുള്ള പ്രവർത്തനങ്ങളും പിന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ, അനുബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ ഒരു ശുചിത്വ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ബയോഗ്യാസ് പ്ലാന്റുകൾ, ബയോ ബിന്നുകൾ, ജീബിൻ്റെ ബോട്ടിൽ ബൂത്ത്, പിന്നെ കമ്പോസ്റ്റ് ബിന്ന്, അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളും പിന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ, അനുബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ ഒരു ശുചിത്വ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മാലിന്യം ഇല്ലാതാക്കാനുള്ള പദ്ധതികളാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, പഞ്ചായത്തിൻ്റെ ഏറ്റവും മുൻവശത്തുള്ള നിലവിൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ അക്വയർ ചെയ്തുകൊണ്ട് പഞ്ചായത്തിന് വിട്ടുകിട്ടുന്ന രീതിയിലേക്ക്, വിട്ടുകിട്ടുന്നതോടൊപ്പം തന്നെ അവിടെ ടേക്ക് എവറി തുടങ്ങിക്കൊണ്ട് ഒരു മാതൃക കാണിക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി നിലവിൽ അതിൻ്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി തഹസിൽദാർക്ക് അതിൻ്റെ റിപ്പോർട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ